എല്ലാ നഗരസഭകളിലും പ്രീ അസസ്മെൻറ്റ് സർവേകൾ നടത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ചു. പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നഗരസഭാ തലത്തിലും സ്വസർവേഷൻ സെല്ലുകൾ രൂപീകരിച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തി. ഈ നേട്ടത്തിന് വേണ്ടി ഏകോപിതമായ പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ, KSWMP, ക്ലീൻ കേരള കമ്പനി, കുടുംബശ്രീ, ഹരിത കേരള മിഷൻ തുടങ്ങിയ ഏജൻസികളെല്ലാം അവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു. മികച്ച പ്രവർത്തനമാണ് ഈ ഏജൻസികളെല്ലാം ചേർന്ന് നടത്തിയത്. ഇനി ഈ നേട്ടം കൊണ്ട് തൃപ്തിപ്പെടുകയല്ല, ഇതിനേക്കാൾ ഉയർന്ന നേട്ടം കേരളത്തിന് കൈവരിക്കാൻ കഴിയും. അടുത്ത വർഷം സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാ കാറ്റഗറിയിലും നഗരസഭകളെ കൂടുതൽ മുന്നിലെത്തിക്കുക എന്നതാണ്. ഇപ്പം 100-ൽ നമുക്ക് ഇടം പിടിക്കാൻ പറ്റി. അടുത്ത വർഷം ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യ 10-ൽ കേരളത്തിൽ നിന്നുള്ള നഗരസഭകൾ ഉൾപ്പെടുക എന്നതാണ്. ആ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള മാലിന്യവും സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ചില പുതിയ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ RDF, പുനരുപയോഗം സാധ്യമല്ലാത്ത, റീസൈക്ലിംഗ് സാധ്യമല്ലാത്ത അജൈവ പാഴ്വസ്തുക്കൾ പൊടിച്ച് ബെയിൽ ചെയ്ത് RDF ആക്കി സിമൻറ്റ് ഫാക്ടറികളിൽ എത്തിക്കുകയാണെങ്കിൽ നിശ്ചിത തുക സിമൻറ്റ് കമ്പനികളിൽ നിന്ന് നമുക്ക് ലഭിക്കും. മാത്രമല്ല മാലിന്യത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ പണച്ചെലവ് കുറയ്ക്കാനും പറ്റും. RDF പ്ലാന്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. നിലവിൽ നമുക്ക് 290 ടൺ മാലിന്യം RDF ആക്കി മാറ്റാനുള്ള പ്ലാന്റാണ് നിലവിലുള്ളത്. 290 ടൺ. 240 ടണ്ണിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പ് നികത്താനും പ്ലസ് ഭാവിയിൽ വരുന്ന വർധനവ് കണക്കിലെടുത്തുകൊണ്ട് പ്രതിദിനം 720 ടൺ അജൈവ പാഴ്വസ്തുക്കൾ RDF ആക്കി മാറ്റാനുള്ള പ്ലാന്റുകൾ നമുക്ക് ഈ ഡിസംബർ അവസാനത്തോടുകൂടി സ്ഥാപിക്കാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്താകെ 6 പുതിയ RDF പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. 6 പ്ലാന്റുകൾ. നിലവിലുള്ളതിൻ്റെ അപ്ഗ്രഡേഷനാണ് 2 ബാക്കി 4 പുതിയ പ്ലാന്റ്. ഇത് വരുന്നതോടുകൂടി പ്രതിദിനം 720 ടൺ അജൈവ പാഴ്വസ്തുക്കൾ നമുക്ക് RDF ആക്കി മാറ്റാൻ കഴിയും. ഈ പ്ലാന്റുകൾ ഡിസംബർ അവസാനത്തോടുകൂടി പുതുവർഷത്തിന് മുമ്പായി നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അതോടുകൂടി അജൈവ പാഴ്വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോഴുള്ള ഗ്യാപ്പ് പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഭാവിയിൽ വരുന്ന വർധനവ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് ഇപ്പോൾ 720 ടൺ. 600 ടണ്ണാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. 720 ടൺ സ്ഥാപിത ശേഷിയാണ് ഇപ്പോൾ നമ്മൾ ആർജിക്കാൻ പോകുന്നത്. സ്വകാര്യ മേഖലയെ കൂടി പങ്കാളികളാക്കിയിട്ടാണിത്. ക്ലീൻ കേരള കമ്പനി ഒപ്പം സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തമുണ്ട്. PPP ആയിട്ടാണ് ഈ ലക്ഷ്യം നമ്മൾ കൈവരിക്കുന്നത്. അടുത്തത് 6 മാസത്തിനുള്ളിൽ സാനിറ്ററി വേസ്റ്റ് പൂർണ്ണമായും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ കേരളത്തിൽ നമുക്ക് സ്ഥാപിക്കാനാവും. അതും ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാണ്. നമ്മളൊരു 2 വർഷമായി ആ ശ്രമം നടത്തിയിട്ട് 54 ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിരുന്നു. വികേന്ദ്രീകൃതമായിട്ടുള്ള 1 ടൺ 2 ടണ്ണൊക്കെ ശേഷിയുള്ള പ്ലാന്റുകൾ, ചിലയിടത്ത് 500 കിലോഗ്രാം. തദ്ദേശ സ്ഥാപനങ്ങളെ ക്ലസ്റ്ററാക്കി രൂപീകരിച്ചിട്ടാണ് 54 ക്ലസ്റ്റർ, അതിന് ചുറ്റുമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ. പക്ഷെ അത് വേണ്ടത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും അക്കാര്യത്തിൽ താല്പര്യമെടുത്തില്ല. ആകെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് പാലക്കാട്, പിന്നെ കൊരട്ടി, തൃശ്ശൂരിലെ ഇളവള്ളി, തൃശ്ശൂർ കോർപ്പറേഷൻ, പിന്നെ ഒറ്റപ്പാലം. ഈ 5 ഇടങ്ങളിൽ മാത്രമാണ് പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ ടെൻഡർ ചെയ്യാത്തതെല്ലാം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഇതുവരെ ടെൻഡർ ചെയ്യാത്തതൊന്നും ഇനി മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. പകരം നമ്മൾ ഇപ്പോൾ 6 എണ്ണമാണ് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ. അത് ചെറിയതാണ്. അപ്പോൾ 100 ടൺ സാനിറ്ററി മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ഉതകുന്ന പ്ലാന്റുകൾ
മേഖലാ തലത്തിൽ 4 പ്ലാന്റുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിൽ ഒന്ന് വടക്കൻ കേരളത്തിലാണ്, മറ്റൊന്ന് മധ്യ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ രണ്ടെണ്ണം വരും. ഒന്ന് മധ്യ കേരളത്തിലാണ്, മറ്റൊന്ന് തെക്കൻ കേരളത്തിലാണ്. ഈ 4 റീജിയണൽ പ്ലാന്റുകൾ, മേഖലാ തലത്തിലുള്ള പ്ലാന്റുകൾ വരുന്നതോടെ പ്രതിദിനം 100 ടൺ സാനിറ്ററി വേസ്റ്റ് നമുക്ക് സംസ്കരിക്കാൻ കഴിയും. അത് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റുന്ന തരത്തിലാണ്. ഭാവിയിൽ വർദ്ധിക്കുകയാണെങ്കിൽ ഇതേ പ്ലാന്റുകളുടെ തന്നെ കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ 6 മാസം കൊണ്ട് കേരളത്തിലെ സാനിറ്ററി മാലിന്യം പൂർണ്ണമായും സംസ്കരിക്കാനുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകൾ ഈ 4 മേഖലാ തലത്തിൽ വരും. ഇപ്പോൾ 100 ടണ്ണാണ് ഉദ്ദേശിക്കുന്നത്. ആവശ്യാനുസരണം അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും കഴിയും. അതിന് പുറമെയാണ് ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള CBG പ്ലാന്റ്. കൊച്ചിയിലെ പ്ലാന്റ് പണി പൂർത്തിയായി. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യവാരമോ ഉദ്ഘാടനം ചെയ്യും. ട്രയൽ റണ്ണും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ PPP മാതൃകയിലുള്ള പ്ലാന്റ് ഡിസംബറോടുകൂടി പ്രവർത്തന സജ്ജമാവും, നിർമ്മാണം പൂർത്തിയാവും. കോഴിക്കോട്ടെ CBG പ്ലാന്റിന് BPCLുമായിട്ട് MOU 28-ാം തീയതി ഒപ്പുവെച്ചു കഴിഞ്ഞു. അവിടെ ഉടൻ നിർമ്മാണം ആരംഭിക്കും. തിരുവനന്തപുരത്തെ പ്ലാന്റിനും ഇപ്പോൾ അനുമതി BPCLുമായിട്ട് ധാരണയായി കഴിഞ്ഞു. അതും ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു പുറമെ തൃശ്ശൂർ കോർപ്പറേഷൻ PPP അടിസ്ഥാനത്തിൽ CBG പ്ലാന്റ് ആരംഭിക്കുന്നുണ്ട്. കൊല്ലത്തും BPCLുമായി ചേർന്ന് CBG പ്ലാന്റ് ആരംഭിക്കും. അതിനു പുറമെ ചങ്ങനാശ്ശേരിയിലും വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പൂർത്തിയായ ഒന്നും ഡിസംബറിൽ പൂർത്തിയാവാനിരിക്കുന്നതും അടക്കം 7 പ്ലാന്റുകൾ കേരളത്തിൽ വരും. അപ്പം അത് കേരളത്തിലെ ജൈവമാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഉതകുന്നതാണ് എന്നാണ് കാണുന്നത്. അതോടൊപ്പം ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാനുള്ള ചില നടപടികൾ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഉറവിട മാലിന്യത്തിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോവല്ല ചെയ്യുന്നത്. പക്ഷെ അത് മാത്രം മതിയാവില്ല. അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേസ്റ്റ് ജനറേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്നാണ് കാണുന്നത്. അപ്പം അതിൽ ഇപ്പോൾ നമ്മളൊരു സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയത് 26.5% വീടുകളിൽ മാത്രമാണ് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ളത് എന്നതാണ്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പാണ് നിൽക്കുന്നത്. 74%. അപ്പം എല്ലാം കേന്ദ്രീകൃത പ്ലാന്റുകൾ കൊണ്ട് മാത്രം നിറവേറ്റുക എന്നതല്ല, വീടുകൾ കേന്ദ്രീകരിച്ച് ഉറവിട മാലിന്യ സംസ്കരണത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. എന്നാൽ ഇപ്പോൾ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിൻ്റെ മാലിന്യം സംസ്കരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്രീകൃത പ്ലാന്റുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സിൽ 5% ഇളവ് കൊടുക്കാനുള്ള അനുമതി കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അക്കാര്യത്തിൽ വിവിധ അസോസിയേഷനുകളുമായി ചർച്ച നടത്തി അവരെല്ലാം ആ നിർദ്ദേശത്തോട് യോജിക്കുകയാണ് ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺസ് ചേംബർ, മേയേഴ്സ് കൗൺസിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി. അത് നല്ല നിർദ്ദേശമാണ് എന്ന അഭിപ്രായം ആണ് പൊതുവിൽ ഉയർന്നു വന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉത്തരവ് സർക്കാർ ഉടൻ പുറപ്പെടുവിക്കും. 5% നികുതി ഇളവ് പ്രോപ്പർട്ടി ടാക്സിൽ കൊടുക്കാനാണ്. അതിൻ്റെ ഒരു അനുഭവം നോക്കി തുടർന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ പിന്നെ സ്വീകരിക്കാം. ഇപ്പോൾ 26% മാത്രമേ ഉള്ളൂ എന്നതാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ 26% എന്നുള്ളത് ഒരു 10 കൊല്ലം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഉള്ളൊരു മാറ്റമാണ് തീർച്ചയായിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ്റെ CMD ഇവിടെ ഉണ്ട്. വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിവറേജസ് കോർപ്പറേഷൻ. കാരണം 70 കോടി കുപ്പികളാണ്, ബെവ്കോയുടെ മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നത്. 70 കോടിയാണ്. അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു. അത് പൂർണ്ണമായും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായൊരു കാര്യമല്ല.
അപ്പോൾ അതുകൊണ്ട് പ്രീമിയം കാറ്റഗറിയിൽ 800 രൂപയ്ക്ക് മുകളിലുള്ള 800 രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും. ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ബോട്ടിലിനും 20 രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും. ബോട്ടിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ QR കോഡ് പതിപ്പിച്ചതായിരിക്കും. അത് തിരിച്ചെത്തിച്ചാൽ ഈ 20 രൂപ തിരിച്ചു കൊടുക്കും. ആ സംവിധാനം സംബന്ധിച്ചൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 70 കോടി ബോട്ടിലുകളിൽ ഒരു 80% പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ 56 കോടിയെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത്രയും സാധനം ഇപ്പോൾ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ, എന്നിട്ട് ചോദ്യങ്ങളാവാം. അപ്പോൾ ബാക്കി ഗ്ലാസ് ബോട്ടിലുകളാണ്. അപ്പോൾ ഇതിൽ തീർന്നില്ല. 70 കോടി പ്രതിവർഷം. അപ്പോൾ ഇതിന് പൈലറ്റ് സെപ്റ്റംബർ മാസത്തിൽ ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്നിട്ട് പൈലറ്റ് ആരംഭിക്കും. തിരുവനന്തപുരം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പൈലറ്റ് ആരംഭിക്കുക. ജനുവരി മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും ഇത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കും. അപ്പോൾ അതൊരു വലിയ മാറ്റം നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ കുറയ്ക്കുന്നതിൽ സഹായിക്കും. ഇത് അധികമായിട്ട് ഈടാക്കുന്നതല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിക്ഷേപമായി ഡെപ്പോസിറ്റായിട്ട് വാങ്ങുന്നു. കുപ്പി തിരിച്ചെത്തിച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കും. അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം. അപ്പോൾ വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് 20 രൂപ വെച്ചത്. നിസ്സാര പൈസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കും, വിലയല്ല, തിരിച്ചു കൊടുക്കുന്ന ഡെപ്പോസിറ്റാണ്. ഇത് തമിഴ്നാട് നടപ്പാക്കുന്നുണ്ട്. ഏത് കുപ്പിക്കെന്നാ പറഞ്ഞത്? എല്ലാ കുപ്പിക്കും, ഏത് കുപ്പിക്കും. കുപ്പിയാണ് നമ്മുടെ പ്രശ്നം, അതിൻ്റെ അളവല്ല. തീർന്നില്ല, ഇനി കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. തീർന്നില്ല. നമുക്ക് ചോദ്യങ്ങളെല്ലാം എടുക്കാം. പിന്നെ വേസ്റ്റ് കളക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭകളിൽ. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ നഗരസഭകളിൽ ആരംഭിച്ചു. സെപ്റ്റംബർ മുതൽ ഇത് സംസ്ഥാന വ്യാപകമായിട്ട് വേസ്റ്റ് കളക്ഷൻ ആരംഭിക്കും. വേസ്റ്റ് കളക്ഷൻ്റെ പ്രത്യേകത ഇത് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഹരിതകർമ്മസേന വില കൊടുത്താണ്, നിശ്ചയിച്ചിട്ടുള്ള വിലയുണ്ട്, അത് കൊടുത്താണ് വേസ്റ്റ് കളക്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ പൈലറ്റ് ഈ ജില്ലകളിലൊക്കെ നടപ്പാക്കി നഗരസഭകളിൽ. ഇനി എല്ലാ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ കേരളം മുഴുവൻ നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മുതൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണവും ശുചിത്വവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കൊരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുകയാണ്. 1500 രൂപയുടെ ഒരു സ്കോളർഷിപ്പ്, നമ്മുടെ USS സ്കോളർഷിപ്പിന് സമാനമായ തുകയാണ്. അങ്ങനെ സ്കോളർഷിപ്പ് 50,000 വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. ചുരുങ്ങിയത് ഒരു പഞ്ചായത്തിൽ 50 പേർ, മുനിസിപ്പാലിറ്റിയിൽ 75 പേർ, ചുരുങ്ങിയതല്ല 50 പേർ പഞ്ചായത്തിലും 75 പേർ മുനിസിപ്പാലിറ്റിയിലും 100 പേർക്ക് കോർപ്പറേഷനിലും കൊടുക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതിൽ കൂടാൻ പാടില്ല. ഇതിൽ അധികരിക്കാൻ പാടില്ല. കേരളത്തിലാകെ 50,000 വിദ്യാർത്ഥികൾക്ക്. ഇതിന് ശുചിത്വ മിഷൻ ഈ സ്കോളർഷിപ്പിന് അർഹത നിശ്ചയിക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ ആവിഷ്കരിക്കും. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്കോളർഷിപ്പ്
കൊടുക്കുക. കുറച്ച് ആക്ടിവിറ്റി ശുചിത്വ മിഷൻ നിശ്ചയിക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റി നിർവഹിക്കുന്ന കുട്ടികൾക്ക് അതിന് സ്കോറും നിശ്ചയിക്കും. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ടും കൂടി ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ ഇത് ഹയർ സെക്കൻഡറി വരെ ഇപ്പം അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിപുലീകരിക്കണമെങ്കിൽ അപ്പോൾ ആലോചിക്കാം. ഇപ്പം ഇത് വലിയ തോതിൽ ബോധവൽക്കരണത്തിന് സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. സമൂഹത്തിലാകെ ഈ സന്ദേശം വീടുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ ഈ സന്ദേശം എത്തിക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ഒരു പുതിയ നവീനമായിട്ടൊരു ആശയം എന്ന നിലയിലാണ് സർക്കാർ ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓണം നിങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തിരുന്നു. ഹരിത ഓണം എന്ന മുദ്രാവാക്യം, വൃത്തിയുള്ള കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഹരിത ഓണം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഓണാഘോഷം ഹരിത ചട്ടപ്രകാരമായിരിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തും. അപ്പോൾ അതിൽ പ്രധാനമാണ് പൊതുവിടങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നത്. മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കാൻ മതിയായ ബിന്ന് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അത് ലൈസൻസിനുള്ളൊരു വ്യവസ്ഥയാണ്. ബിന്ന് സ്ഥാപിക്കാത്തവരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നോട്ടീസ് കൊടുക്കുക. എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളോട് ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വഴിയോര വാണിഭം നടക്കുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവിടെയും മാലിന്യം നിക്ഷേപിക്കാനും സംഭരിക്കാനും നീക്കം ചെയ്യാനുമുള്ള ക്രമീകരണം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അത് അനുവദിക്കില്ല. അലക്ഷ്യമായിട്ട് മാലിന്യം കൈകാര്യം ചെയ്യുന്ന വഴിയോര വാണിഭം അനുവദിക്കില്ല. ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അത് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ 5 ലിറ്ററിൽ താഴെയുള്ള വെള്ളവും കുടിവെള്ള കുപ്പികളും 2 ലിറ്ററിൽ താഴെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുപ്പികളും നിരോധിച്ചുകൊണ്ടുള്ളതാണ്. അതവിടെ മാത്രമല്ല, ഓഡിറ്റോറിയം, അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, പൊതുചടങ്ങുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സർക്കാരുകൾ തുടങ്ങിയ പൊതു ചടങ്ങുകളിലും നിരോധിച്ചിട്ടുണ്ട്. ആ വിധി നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 2 മുതലാണ് വിധി പ്രാബല്യത്തിൽ വരിക. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇത് സംബന്ധിച്ച് വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകും. ഒക്ടോബർ 2 മുതൽ കർക്കശമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. കോടതി വിധി നടപ്പാക്കാനുള്ള ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനുവേണ്ടി പ്രത്യേകമായ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓണത്തിൻ്റെ കാര്യത്തിൽ വിനോദ പരിപാടികൾക്കും ആഘോഷ പരിപാടികൾക്കുമായിട്ട് ജനങ്ങൾ കൂടുതലെത്തുന്ന സ്ഥലങ്ങളിൽ പൊതു വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക്കിൻ്റെ, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കർശനമായിട്ട് നിരോധിക്കാനുള്ള നടപടി ഉണ്ടാവും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനം തടയുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നടപടികൾ സ്വീകരിക്കും. വിതരണം തടയുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിൽപ്പനയും വിതരണവും തടയുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപടി സ്വീകരിക്കും. വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹരിത ഓണം സംബന്ധിച്ച് പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ട് ഞാനത് മുഴുവൻ ഇവിടെ പറയുന്നില്ല. ഉദ്ദേശിക്കുന്നത് മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. ഇപ്പോൾ ബെവ്കോയുടെ നടപടി ഉൾപ്പെടെ ഈ റെഡ്യൂസ് എന്ന കാഴ്ചപ്പാടിൻ്റെ അളവ് കുറയ്ക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തിലാണ്. വലിച്ചെറിയുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. മാലിന്യരഹിത ഓണം സംബന്ധിച്ച് അതിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ എന്നിവർക്കെല്ലാം അവാർഡുകൾ നൽകാനും തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും മാലിന്യരഹിത ഓണം ഏറ്റവും നന്നായിട്ട് നടപ്പാക്കിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജില്ലാടിസ്ഥാനത്തിലും അവാർഡുകൾ നൽകും. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ചോദ്യങ്ങളാവാം. ആൾക്കാർ തിരിച്ചു തരും. അതാണ് തമിഴ്നാട്ടിലെ അനുഭവം. അതാണ് അനുഭവം. നമ്മൾ വിശദമായിട്ട് പഠിച്ചിരുന്നു. 4 ഏജൻസികൾ, ബെവ്കോ, ക്ലീൻ കേരള കമ്പനി, എക്സൈസ്, ശുചിത്വ മിഷൻ, 4 ഏജൻസികളുടെ പ്രതിനിധികൾ തമിഴ്നാട്ടിൽ
ഇത് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി പഠിച്ച ശേഷമാണ് നമ്മളിവിടെ നടപ്പാക്കുന്നത്. അതേ മാതൃക മാറ്റമില്ലാതെ തന്നെ നടപ്പാക്കുകയാണ്. ശരി, ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വേറൊരു സ്ഥലത്ത് വളരെ ദൂരെ പോയിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ അവർക്ക് ചിലപ്പോൾ നഷ്ടം വരും, തിരിച്ചുപിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. നമുക്ക് എല്ലാം നോക്കിയതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മറിച്ച് ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാമോ എന്നുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഭാവിയിൽ നമുക്ക് ഏത് ഔട്ട്ലെറ്റിൽ കൊടുത്താലും റീഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നടപ്പാക്കും, അത് ആലോചിക്കും. നോക്കാം, ആശങ്കപ്പെടേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് മദ്യപിക്കുന്നവരെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശമേ ഇല്ല. മറിച്ച് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയപ്പെടുന്നത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സാധ്യതയും നോക്കുമെന്ന് പറഞ്ഞത്. ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാവുന്ന സാധ്യതയും നോക്കും. മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറുകയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിക്കാണ് നമ്മൾ ആലോചിച്ചത്. ഗ്ലാസിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാം. അത് വലിയ തോതിൽ വലിച്ചെറിയപ്പെടുന്നത് ഇതാണ്. സ്ഥലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സ്ഥലം ഇപ്പോൾ RDF പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള സ്ഥലം സ്വകാര്യ ഏജൻസികൾ ആരംഭിക്കുന്നതിന് അവർക്ക് സ്ഥലമുണ്ട്. ക്ലീൻ കേരള കമ്പനിക്കും സ്ഥലമുണ്ട്. അതുപോലെ സാനിറ്ററി ക്ലീൻ കേരള കമ്പനിയുടെ തന്നെ കൈവശമുള്ള സ്ഥലമാണ്. അതിപ്പോൾ അവിടെ ചെയ്യുന്നുണ്ടല്ലോ. അടൂരുമുണ്ട് അല്ലേ? അടൂരുമുണ്ട്. അടൂര് ഒരു പ്ലാന്റ് ഉണ്ട്, പൂർത്തിയായി വരുന്നു ഇപ്പോൾ. അപ്പോൾ അതുകൂടി വരുമ്പോൾ പ്രശ്നം കുറച്ചുകൂടി ലഘൂകരിക്കാൻ പറ്റും. പാലക്കാടിൻ്റെ മുകളിലുള്ള പ്രഷർ കുറയും. അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കും. ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് ക്രമീകരണം ഉണ്ടാവണമല്ലോ, അതുണ്ടാക്കും. അത് എത്ര കുപ്പിയും കൊണ്ടുവരാം. അത് കുടിക്കുന്നവർക്ക് മാത്രമേ കൊണ്ടുവരാവുന്നില്ല, ആർക്കും കൊണ്ടുവരാം. കാരണം ഈ സ്റ്റിക്കർ വേണം അതിനകത്ത്. അതുണ്ടെങ്കിൽ 20 രൂപ തിരിച്ചു കിട്ടും. അപ്പോൾ പൈസ പ്രശ്നമല്ലാതെ വലിച്ചെറിയുന്നവർ കാണും. അപ്പം അതുകൊണ്ട് അത് ആരെങ്കിലും പോയിട്ട് എടുത്തു കൊണ്ടുവന്നാൽ പൈസ കിട്ടും. ഒരാൾക്കൊരു കുപ്പി ഇതൊന്നുമില്ല. സ്റ്റിക്കർ ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടി കൂട്ടത് പറയട്ടെ. ഇവിടെ ചോദിച്ചല്ലോ ഈ ക്യൂവിൻ്റെ കാര്യം. ക്യൂ ആളുകളുടെ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബെവ്കോ എല്ലാ ജില്ലകളിലും ഒരു സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ആദ്യത്തേത് ഓഗസ്റ്റ് 5-ന് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. ഇവിടെ പ്രസൻറ്റേഷൻ ചിത്രമൊന്നും കാണിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. വലിയ സംവിധാനം എന്ന നിലയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റുള്ള സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. 4 എണ്ണം ഉടൻ ആരംഭിക്കും. ഇപ്പോൾ ഉടൻ നമുക്ക് 4 എണ്ണം കൂടി ആരംഭിക്കാൻ പറ്റും. എല്ലാ ജില്ലകളിലും 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. കളക്ട് ചെയ്യാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. അത് നമ്മൾ PPP ആയിട്ടാണ്, സ്വകാര്യ സംരംഭകരെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സൂപ്പർ പ്രീമിയം അല്ല, സൂപ്പർ പ്രീമിയം 900 രൂപയ്ക്ക് മുകളിലുള്ളതാണ് സൂപ്പർ പ്രീമിയം എന്ന് പറഞ്ഞാൽ. അത് മാത്രം കിട്ടും. അത് മറ്റേ സെൽഫ് സർവീസാണ്. എല്ലാ ജില്ലയിലും ആഗസ്റ്റ് 5-ാം തീയതി ആദ്യത്തേത് ഉദ്ഘാടനം ചെയ്യും തൃശ്ശൂരിൽ. തൊട്ട് പിന്നാലെ 4 എണ്ണം കൂടി നമ്മൾ ഉടൻ ആരംഭിക്കും. കേരളം അതിന് പാകമായി കഴിഞ്ഞിട്ടില്ല. നിങ്ങളെപ്പോലെ കുറച്ച് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും അതിനനുകൂലമായിട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. നമുക്കിപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്കകത്ത് നിന്നല്ലേ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റും. ഫലത്തിൽ സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈകൾ
ABC-യാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. പിന്നീട് നമ്മൾ കണ്ടെത്തിയ ഒരു വ്യവസ്ഥയായിരുന്നു പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് സെക്ഷൻ 8A. അതുപ്രകാരം ഗുരുതര രോഗം ബാധിച്ചവരെ ആ നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ദയാവധത്തിന് വിധേയമാക്കുക. പിന്നലെ ഹൈക്കോടതി അതും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സർക്കാരിന് നിലവിലുള്ള നിയമം കോടതികൾ പറയുന്നത്. അതനുസരിച്ചാണ് പ്രവർത്തിക്കാനാവുക. കോടതിയുടെ മുമ്പിൽ ഈ വസ്തുതകളെല്ലാം സർക്കാർ സമർപ്പിക്കുന്നുണ്ട്. 8-ാം തീയതി അല്ലേ കേസ് വരുന്നത്? 8-ാം തീയതിയാണ് കേസ് വരുന്നത്. അത് എല്ലാ വസ്തുതകളും നമ്മൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്താണ് സർക്കാർ നേരിടുന്ന പ്രതിസന്ധി, വെല്ലുവിളികൾ, ഈ നിയമം കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് എന്ന കാര്യങ്ങളെല്ലാം ഉചിതമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. കോടതിയുടെ ഒരു സഹായകരമായ നടപടി ഉണ്ടായാലേ നമുക്കിതിനെ വേഗത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. ഇത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം എടുത്തല്ലോ, 28 ജൂലൈ 2 ദിവസം മുമ്പ് സുപ്രീം കോടതി കേസെടുത്തു. ഡൽഹിയിലെ കേസാണ്. കോടതി പറഞ്ഞിട്ടുള്ളത്, കോടതി പരാമർശം ഞാൻ വായിക്കാം. Week has started and the first thing we should do is to take suo motu cognizance of a very disturbing and alarming news item reported by Times of India in its today Delhi edition titled City Haunted by Strays and Kids Pay Price. ഇത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചാണ്. സുപ്രീം കോടതിയാണ് ഈ പത്രവാർത്ത ഉദ്ധരിച്ചിട്ടുള്ളത്. The news item contains some alarming and disturbing figures and facts. കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. Every day hundreds of dog bites reported in cities and areas in the outskirts, leading to rabies, and ultimately young infants, children and aged are following prey to this dreadful disease. ഇത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെക്കുറിച്ച് പരമോന്നത നീതിപീഠം പറയുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്കുണ്ട്. ചോദ്യത്തിന് ഉത്തരം ആയിട്ട് കൊടുത്ത മറുപടി എൻ്റെ കൈവശമുണ്ട്. അത് 37,17,336 ഡോഗ് ബൈറ്റാണ് 2024 ഇന്ത്യയിലാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പലതവണ ആവർത്തിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ABC ചട്ടങ്ങൾ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാക്കി മാറ്റണം, യുക്തിസഹമാക്കി മാറ്റണം. ഇവിടെ ഒരു കണക്കുകൂടി ഞാൻ പറയാം. ഈ 37 ലക്ഷമാണെന്ന് പാർലമെന്റിൽ കണക്ക് പറഞ്ഞല്ലോ. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുണ്ട്. പ്രതിദിനം കേരളത്തിൽ 314 ഡോഗ് ബൈറ്റാണ്. കർണാടകയിൽ 988 തമിഴ്നാട്ടിൽ 1313 മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ 1326 ഗുജറാത്തിൽ 1073 അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് എല്ലായിടത്തും കടി കിട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് സ്ഥിതി. ഇനി വേറൊരു കണക്കുണ്ട്. 2020 വരെയുള്ള ഡോഗ് ബൈറ്റിൻ്റെ കണക്കും 20 ശേഷമുള്ളത് നോക്കിയാൽ 20 ശേഷം ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. 2020 1 ലക്ഷത്തി കേരളത്തിലെ കണക്ക് 1,60,000 മറ്റുമാണ്. ഇപ്പോൾ അത് 3,60,000 കൂടിയിട്ടുണ്ട്. ഇരട്ടിയിലധികമായിട്ട് കൂടി. ഇത് ABCയും ഇതും തമ്മിലുള്ള ലിങ്കാണ് വ്യക്തമാവുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധരെല്ലാം കേരളത്തിലുണ്ട്, കേന്ദ്രത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ട്. കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ പറഞ്ഞു ഓരോ സംസ്ഥാനത്തുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, അവരാരും ഇങ്ങനെയൊരു നിയമോപദേശം തന്നിട്ടില്ല. സർക്കാരിന് അത്തരം നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രവർത്തിക്കാൻ പറ്റുക. വാക്സിനേഷൻ ആഗസ്റ്റിൽ തുടങ്ങും. നമ്മൾ ഇപ്പോൾ മൊബൈൽ പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ആരംഭിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. കാരണം ഈ കൈകെട്ടിയിട്ടുള്ള ചട്ടങ്ങളുണ്ടല്ലോ, അതിനകത്ത് നിന്നിട്ടുള്ള പരീക്ഷണങ്ങളാണ്. ഇതൊന്നും
ഇന്ത്യയിൽ വേറെ എവിടെയും വിജയകരമായിട്ട് നടപ്പാക്കിയ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ എല്ലാ ശ്രമവും നടത്തുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വന്യജീവി പ്രശ്നം പോലെ തന്നെയാണിത്. വന്യജീവി പ്രശ്നം എങ്ങനെയാണോ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാവുന്നത് അതുപോലെയാണ്. കാരണം രാജ്യവ്യാപകമായിട്ടുള്ള പ്രശ്നമാണ്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ABC-ക്ക് മുമ്പും ABC-ക്ക് ശേഷമുള്ള ഡോഗ് ബൈറ്റിൻ്റെ എണ്ണം നിങ്ങളൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ക്രമാനുഗതമായിട്ടുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അത് റിലാക്സ് ചെയ്യണം. ABC ചട്ടം വായിച്ചിട്ടുണ്ടായിരുന്നോ? അത് മാത്രമല്ല പ്രശ്നം. അതിലും തീരുന്നില്ല. അതായത് ABC കേന്ദ്ര ABC മാത്രം ABC ചട്ടങ്ങൾ അപ്രായോഗികമാണ്. ABC കൂടുതൽ വ്യാപകമായി നടത്താൻ കഴിയുന്ന തരത്തിലെങ്കിലും റിലാക്സ് ചെയ്യണ്ടേ? ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാക്കി എന്താ വേണം, ഇപ്പോൾ കോടതിയുടെ കൂടി പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ABC മാത്രമാണോ പരിഹാരം? മറ്റെന്തെങ്കിലും പരിഹാരത്തെപ്പറ്റി ആലോചിക്കണ്ടേ? കോടതി ആലോചിക്കട്ടെ. വാക്സിനേഷൻ വ്യാപകമായിട്ട് വാക്സിനേഷനാണ്, കഴിയാവുന്നത്ര എണ്ണാണ്. അങ്ങനെയൊക്കെ പല ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയുന്നത് ശരിയായിരിക്കില്ലല്ലോ. കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയായിരിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെ പല ആക്ഷേപങ്ങളും നമ്മുടെ സമൂഹത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. ഉത്തരവാദപ്പെട്ട ചിലരിന് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പിന്നിൽ ലോബികളുണ്ട് എന്നൊക്കെ. ABC-യെ സഹായിക്കുന്ന കാവ എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഉള്ളത്. പക്ഷെ അവരും ABC ചെയ്യുന്നില്ല. കേരളത്തിൽ ABC ചെയ്യുന്നില്ല. അവർ കാര്യമായിട്ട് സഹായമൊന്നും ഇതുവരെ ഒരു ഏജൻസിയും പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല. സർക്കാരല്ലാതെ വേറെ ആരുടെയും കിട്ടിയിട്ടില്ല. കാവ വാക്സിനേഷന് സഹായിക്കുന്നുണ്ട്, ABC-യുടെ കാര്യത്തിലില്ല. അതായത് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറിയുടെ കണക്ക് പ്രകാരം 18,000 മുതൽ 20,000 വരെയാണ് നമുക്ക് ABC നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക. പക്ഷെ 8 ലക്ഷം പട്ടികളുണ്ടെന്നാണ് ആകെ പട്ടികൾ. 2.3 ലക്ഷം സ്ട്രേ ഡോഗ്സ് ഉണ്ടെന്നാണ് ഒരു അനൗദ്യോഗികമായ കണക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. ABC-ക്ക് തന്നെ വേറൊരു കടമ്പയുണ്ട്, ജനങ്ങളുടെ എതിർപ്പാണ്. ജനങ്ങളുടെ എതിർപ്പ് എന്നുള്ളൊരു കടമ്പയുണ്ട്. ഇപ്പോൾ തലശ്ശേരിയിൽ ഒരു ABC കേന്ദ്രം ആരംഭിച്ചു, 77 ABC നടത്തി, നാട്ടുകാർ പൂട്ടിച്ചു. പലയിടത്തും തുടങ്ങാൻ തന്നെ സമ്മതിക്കുന്നില്ല. അതെ, ഈ 2.3 ലക്ഷം പെറ്റ് പെരുകുമല്ലോ. അപ്പോൾ 20,000 വെച്ച് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നമ്മൾ ആലോചിക്കണം. ഒന്ന്, ഹരിതകർമ്മസേനയുടെ സേവനത്തിലുള്ള കുറവുകൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവും. ഹരിതകർമ്മസേനയെ സർക്കാർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ശക്തിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ആ കുറവുകൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവും. ഇപ്പം നാളെ കേരളത്തിലെ മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങളെയും ഞാൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. മന്ത്രി നേരിട്ട് തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കും. കലണ്ടർ പ്രകാരം 2-3 കാര്യങ്ങൾ ഉറപ്പുവരുത്തും. ഒന്ന്, കലണ്ടർ പ്രകാരമുള്ള എല്ലാം ശേഖരിക്കും. 2, ഫ്രീക്വൻസി കൂട്ടണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ശേഖരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂട്ടണം. അപ്പോൾ അതിനുള്ള നടപടികൾ ഉണ്ടാകും. ഹരിതകർമ്മസേനയ്ക്ക് പരിശീലനവും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശേഖരിക്കുന്നതിലും ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഒപ്പം സെഗ്രിഗേഷനും പരിശീലനവും ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹരിതമിത്രം ആപ്പിൻ്റെ കാര്യം സ്പെഷ്യൽ സെക്രട്ടറി പറയും. നൽകുന്നില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കും. അത് ശരിയാണെങ്കിൽ നടപടിയെടുക്കും. അവരെ ഒഴിവാക്കും. വീഴ്ച വരുത്തുന്നവരെ ഒഴിവാക്കും. പൊതുവിൽ ഹരിതകർമ്മസേനയുടേത് മെച്ചപ്പെട്ട പ്രവർത്തനമാണ്. എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള കുറവുകൾ ഉണ്ടെന്ന് ശ്രദ്ധയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ അവരോട് സംസാരിക്കുന്നത്. അവരുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപനം. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞെന്ന് വിചാരിക്കുന്നു.
മാലിന്യ സംസ്കരണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. വലിയ നേട്ടം കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഉദാഹരണമാണ് സ്വച്ഛ് സർവേക്ഷണിലെ മികച്ച പ്രകടനം. അവിടെ നിന്ന് കൂടുതൽ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നയപരമായ തീരുമാനങ്ങളുമാണ് ഇന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യങ്ങളിൽ ഉണ്ടാവണം എന്നാണ് അറിയിക്കാനുള്ളത്.